ചിന്താസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ചിന്തിക്കുന്നവരുടെ സ്വപ്ന ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾ കാത്തിരിക്കുന്നൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം. അതിൻ്റെ പല സീസണുകളും നമ്മൾ കണ്ടു. ഒന്ന് വിജയമായിരുന്നു. ബാക്കി 3 സീസണുകളും, മൊത്തം 4 സീസണുകളിൽ ബാക്കി 3 സീസണുകളും ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു പലരുടെ അഭിപ്രായം അതായിരിക്കണമെന്നില്ല. എന്നാലും ഒരു ആവറേജ് പ്രകടനം തന്നെയായിരുന്നു. കണ്ടസ്റ്റൻസുകളുടെ കാര്യത്തിലും അവിടുത്തെ ഗെയിമുകളുടെ കാര്യത്തിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റ് സീസണുകളിൽ ഇപ്പോൾ ലാസ്റ്റ് നാളത്തെ സീസൺ കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷമായിട്ടും അതിൻ്റെ വിന്നറെ പലരും മറന്നു പോയിട്ടും അതിൽ നിന്ന് ഒരു ഹീറോ ആയിട്ട് സ്റ്റാറായിട്ടൊക്കെ വന്ന ആളിപ്പോഴും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ മാത്രമേ പലപ്പോഴും അറിയുന്നുള്ളൂ. അദ്ദേഹം ഉള്ളതുകൊണ്ട് കഞ്ഞി പിടിച്ചു പോകുന്ന പല ആളുകളും നമ്മുടെ ഇവിടെ ഉണ്ട്. അതും അങ്ങനെ പോകട്ടെ. അപ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് വരാം. ബിഗ് ബോസ് ആണ് വിഷയം. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ബിഗ് ബോസ് സീസൺ 5 കാണണം, അതായിരുന്നു എൻ്റെ വിഷയം. ആ വിഷയം ഞാൻ പല ആളുകളുമായി സംസാരിച്ചു. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആളുകളുടെ അഭിപ്രായത്തിന് വേണ്ടി വിട്ടു. അങ്ങനെ പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട് ആ വിഷയത്തോട്. അപ്പോൾ ആ വിഷയം നല്ലൊരു വിഷയമായിട്ട് തന്നെയാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിലേക്കും അഭിപ്രായ നിർദ്ദേശങ്ങളിലേക്കും ഒക്കെ വരാം നമുക്ക്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വരാം. ബിഗ് ബോസ് കാണാനുള്ള ഒന്നാമത്തെ കാരണം അതിൻ്റെ ആങ്കർ ലാലേട്ടൻ തന്നെയാണ്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഗും, പുള്ളിയെ മാറ്റണമെന്നൊക്കെ പലരും പറഞ്ഞാലും പുള്ളിയെ പോലെ അത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരാളില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം പുള്ളി അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, നല്ല സ്റ്റൈലിഷ് ലുക്കിൽ വരുന്നുണ്ട്, നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അത് ഷൗട്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. കാരണം പലരും ഷൗട്ട് ചെയ്യണം ലാലേട്ടൻ ഇങ്ങനെ പോരാന്ന് പറയുമ്പോൾ പുള്ളി പുള്ളിയെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായി ഷൗട്ട് ചെയ്യുന്നു. നമുക്കത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അതിനകത്ത് ഒരു വീട്ടിനകത്ത് കുറേ ദിവസം അടച്ചിട്ടേക്കുന്നു, പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല, അകത്തുള്ളവരെ മാത്രം കാണുന്നു, അവരുമായിട്ട് അടിയുണ്ടാക്കുന്നു, അവരുമായിട്ട് കശപിശ വരുന്നു. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ലാലേട്ടൻ വന്നതിന് ചോദ്യം ചെയ്യുക, അവരെ വരട്ടുകയും ചെയ്യുമ്പോൾ അവർ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. വല്ലാത്തൊരു വിഷമത്തിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലേക്ക് വരാം. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഒരു വിശ്വാസം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് ലാലേട്ടനെ കൊണ്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസിന് മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാമത്തെ കാരണം ശ്രീ മോഹൻലാൽ തന്നെയാണ്. ബിഗ് ബോസ് കാണാനുള്ള രണ്ടാമത്തെ കാരണം, ഈ ഷോയിൽ ഒരു 100 ദിവസം ആരൊക്കെ വരുമെന്ന് നമുക്കൊരു വിശ്വാസമില്ല, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ല. കുറേ പേരുകൾ ഇങ്ങനെ യൂട്യൂബിൽ കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ആരൊക്കെ ആയിരിക്കാം വരിക, ആരൊക്കെ 100 ദിവസം നിൽക്കും, ആര് വിന്നറാവും, ഒരു പിടിയില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ആരൊക്കെ വന്ന് പെടും, അവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്തായിരിക്കും, അത് കാണാൻ നമ്മൾ മലയാളികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതായിട്ട് ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് കാണാനുള്ള മൂന്നാമത്തെ കാരണം അത് നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെയാണ്. കാരണം മലയാളികൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാൻ ഭയങ്കര താല്പര്യമാണ്. എത്തി നോക്കാൻ മാത്രമല്ല, അവരെക്കുറിച്ച് കുറ്റം പറയാനും ഭയങ്കര താല്പര്യമാണ്. ബിഗ് ബോസ് അതിന് പറ്റിയൊരു പരിപാടിയാണ്. കുറേ ആളുകൾ വരുന്നു, അവരെ നമ്മൾ കാണുന്നു, അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അവർ പരസ്പരം മാറി നിന്ന് ചെളി എറിയുന്നതും കാണുന്നു, കുറ്റം പറയുന്നതും കാണുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു. നമുക്കൊരു സന്തോഷമല്ലേ, നമ്മൾ മലയാളികളാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു കാരണം. ബിഗ് ബോസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന അടുത്തൊരു കാരണം, എയർടെൽ വഴി മിസ് കോൾ അടിച്ച് സാധാരണക്കാരെ ഒരാളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ എയർടെലിൻ്റെ സിമ്മ് പുതിയതായിട്ട് എടുത്ത് പഴയ ആളുകൾ റീചാർജ് ചെയ്ത് ഒക്കെ മിസ് കോൾ അടിക്കുന്നുണ്ട്. അതിൽ ആരെങ്കിലും വരുമോ? ഇനി ഏഷ്യാനെറ്റ് ആരെങ്കിലും കണ്ടു വെച്ചിട്ട് എയർടെലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ട് ജയിക്കുന്നതാണോ എന്നുള്ള സംശയങ്ങളും ചർച്ചകളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ സാധാരണക്കാരായ ഒരാൾ വന്നാൽ അയാൾ അവിടെ കലക്കുമോ അതോ നനഞ്ഞ പടക്കമാവുമോ? അതും കാത്തിരിക്കാനുള്ളൊരു കാരണമാണ്. അപ്പോൾ ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്ന കാരണങ്ങൾ ഇനിയും കടൽ പോലെ ഉണ്ട്. അപ്പം നമുക്ക് തിരെ പോലെ സംസാരിക്കാം, ഇനിയും കാരണങ്ങൾ പറയാം.
നിരൂപണങ്ങൾ നടത്താം. നമുക്കിഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നമുക്ക് ആകാശത്തെ മേഘങ്ങൾ കണക്ക് സംസാരിക്കാൻ കിടക്കുന്നുള്ളത് കൊണ്ട് ഇന്നത്തേക്ക് വിടാം. നാളെ വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.